എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7th ചാപ്റ്റർ ആയതാണ് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ആണ് പഠിച്ചു വന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമോണിയയുടെ നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, എങ്ങനെയാണ് അമോണിയ നിർമ്മിക്കുന്നത്, അതിന്റെ യൂസസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതിന് കൊടുത്ത് നമ്മൾ ടേബിളും കൊണ്ട് ഒരു എക്സ്പെരിമെന്റ് അല്ലെ, എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഇതാണ് അമോണിയം ക്ലോറൈഡ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അമോണിയ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ഉള്ള കണ്ടു, കളർലെസ് ആണ്, പഞ്ചന്റ് സ്മെല്ലാണ്, ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പർ കൊടുക്കുമ്പോൾ അതാണ് ബ്ലൂ ആയിട്ട് മാറുന്നു എന്നൊക്കെ കണ്ടു അല്ലേ. പിന്നെ നമ്മൾ എന്താണ് ചെയ്തത്, ആ ഉണ്ടായ അമോണിയയും പിന്നെ എന്താണ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്തു. HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏതാണ്, അമോണിയം ക്ലോറൈഡ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലോ. നമ്മൾ ആദ്യമേ എന്താണ് ചെയ്തത്, അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടാക്കി. ഈ അമോണിയ പിന്നെ HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പിന്നെന്താ ഉണ്ടാകുന്നുണ്ട്, അമോണിയം ക്ലോറൈഡ് അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ടല്ലേ അമോണിയ ഉണ്ടാക്കിയത്. ആ കിട്ടിയ പ്രൊഡക്റ്റിന് എന്താണ് പിന്നെ വേറൊരു HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ റിയാക്റ്റന്റ് ആയിട്ടുള്ള ഇല്ലേ NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ് തന്നെ നമുക്ക് ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു പ്രവർത്തനം, അതായത് അമോണിയയും HCl-ഉമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, അത് ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്നതാണ്. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇതാ നോക്കിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ എന്താണ് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ HCl ഒരു കോട്ടൺ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട്, ഈ ട്യൂബ് ഉണ്ടല്ലോ, ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഒരറ്റത്ത് പഞ്ഞിയിൽ മുക്കി HCl വെച്ചു, ഹൈഡ്രോക്ലോറിക് ആസിഡും വെച്ചു. അതുപോലെ തന്നെ അമോണിയ കേട്ടോ, അമോണിയ സൊല്യൂഷനിൽ മുക്കിയ ഒരു കോട്ടണും അതുപോലെ തന്നെ HCl മുക്കിയ ഒരു കോട്ടണും വെച്ചു. അപ്പൊ എന്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കും, എന്നാണ് നമ്മൾ കണ്ടായിരുന്നു NH3യും ഇല്ലേ, NH3യും അതുപോലെ തന്നെ HCl-ഉം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, ഒരു വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുന്നത് കണ്ടു ഇല്ലേ. ഇവിടെ എന്താന്ന് നോക്കിയാൽ വൈറ്റ് ഫ്യൂംസ് തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. വൈറ്റ് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്, അമോണിയം ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നില്ല, ഈ വൈറ്റ് ഫ്യൂംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അമോണിയം ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടായത്. ഈ വെളുത്ത ഫ്യൂംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അമോണിയം ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടായത്. അതായത് HCl-ഉം NH3-യുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടായി, അമോണിയം ക്ലോറൈഡ് ഉണ്ടായി. അമോണിയം ക്ലോറൈഡ് ഇങ്ങനെ ഗ്ലാസിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പിന്നെ അതിനെ നമ്മൾ എന്താണ് ഹീറ്റ് ചെയ്യും. ഈ അമോണിയം ക്ലോറൈഡിനെ കണ്ടോ, ഈ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അത് വിഘടിക്കും. അത് വിഘടിച്ചിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, അമോണിയം അതുപോലെ തന്നെ HCl-ഉമായിട്ട് മാറുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇത് രണ്ട് റിയാക്റ്റന്റ് ആണല്ലേ, ഈ റിയാക്റ്റന്റാണ് ഇവിടെ പ്രവർത്തിച്ച ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി, അതായത് അമോണിയം ക്ലോറൈഡ് ഉണ്ടായി. ഈ ഉണ്ടായ അമോണിയം ക്ലോറൈഡിനെ പിന്നെ ഹീറ്റ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, അതായത് ഈ പ്രൊഡക്റ്റിനെ ഹീറ്റ് ചെയ്തപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു, അവിടെ റിയാക്റ്റന്റ് ഉണ്ടായി. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കി ആദ്യം എന്തൊക്കെ സംഭവിച്ചു, ഇത് അങ്ങനെയാണ് അല്ലേ, NH3 + HCl ഇല്ലേ, അത് ഇതാ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ എന്താണ് ഉണ്ടായത്, അവിടെ NH4Cl ഉണ്ടായി. ഈ NH4Cl പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്, ഇതാ തിരിച്ച് അമോണിയയും അതുപോലെ HCl-ഉമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്ന ഒരു സിമ്പലാണ് ഇതാ ഈ സിമ്പൽ എന്ന് പറഞ്ഞ ഒരു പകുതി ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടും നടക്കുന്നുണ്ട്, അതായത് ഫോർവേഡും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേഡും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മളൊരു പേര് പറയും, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ എന്താ മുന്നോട്ട് നടക്കുന്ന ഈ റിയാക്ഷനെ നമ്മൾ പറയും ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ഫോർവേഡ് റിയാക്ഷൻ ഈ പുറകോട്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക്വേഡ് റിയാക്ഷൻ എന്ന് പറയും കേട്ടോ. ബാക്ക്വേഡ് റിയാക്ഷൻ. അപ്പൊ ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ ഇങ്ങനത്തെ ഒരു സിമ്പൽ അവിടെ കാണും. ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. Place cotton dipped in HCl at one end and another piece of cotton dipped in ammonia solution at the another end of the glass tube. എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്, ക്ലോസ് ബോത്ത് എൻഡ്സ് ഓഫ് ദി ഗ്ലാസ് ട്യൂബ് യൂസിങ് കോർക്ക്. ഇവിടെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് രണ്ട് സൈഡിൽ കോർക്ക് വെച്ച് അടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും, അതെന്ന് നോക്കിയാൽ ഡിഡ് യു ഒബ്സർവ് ദ തിക്ക് വൈറ്റ് ഫ്യൂംസ് ഫോംഡ്. ഇവിടെ ഒരു വൈറ്റ് ഫ്യൂംസ് കണ്ടോ, വൈറ്റ് ഫ്യൂംസ് കണ്ടില്ല, വൈറ്റ് ഫ്യൂംസ് ഇവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് HCl ഗ്യാസ് ആൻഡ് NH3.
മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഉണ്ടായത്? അമോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടായത്. HCl അതുപോലെ NH3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് ഉണ്ടായത്? അമോണിയം ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടായത്. ഇല്ല, അതിവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഗ്ലാസ് ട്യൂബിന്റെ അവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇതാ നോക്കിയേ, ഈ ഗ്ലാസ് ട്യൂബിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അവിടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഗ്ലാസ് ട്യൂബിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യും. ഇല്ല, അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വിഘടിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നുണ്ട്? അമോണിയയും അതുപോലെ തന്നെ HCl അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ തന്നെ നോക്കിയേ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? NH3 അമോണിയയും അതുപോലെ തന്നെ HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നുണ്ട്? അമോണിയം ക്ലോറൈഡ് NH4Cl. വാട്ട് ആർ ദ റിയാക്ടൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻസിലെ റിയാക്ടൻസ് അഭികാരങ്ങൾ ഏതൊക്കെയാണ്? അഭികാരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് NH3 ഇല്ലേ, NH3യും അതുപോലെ തന്നെ HCl ആണ് ഇവിടുത്തെ അഭികാരങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് ഏതാണ്? NH4Cl, അതായത് അമോണിയം ക്ലോറൈഡ് ആണ് ഇവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയാൽ റിയാക്ടൻസ് ചേർത്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. റിയാക്ടൻസ് ചേർത്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്ന ഈ ഒരു പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. മലയാളത്തിൽ പറയുന്നത് പുരോപ്രവർത്തനം എന്ന് പറയും കേട്ടോ. മലയാളത്തിൽ പുരോപ്രവർത്തനം എന്നാണ് പറയുന്നത്. എ റിയാക്ഷൻ ഇൻ വിച്ച് റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ്. റിയാക്ടൻസ് കൺവേർട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? പുരോപ്രവർത്തനം. അതായത് അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യുന്നത്, അതായത് വിഘടിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ചൂടാക്കുമ്പോൾ വിഘടിക്കുന്നു നമ്മൾ പറഞ്ഞു ഇല്ലേ. അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? അതാ ഇങ്ങനെ വരും, NH3 അതുപോലെ തന്നെ HCl പ്ലസ് HCl എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് ഉൽപ്പന്നം ഇതല്ലേ? NH4Cl എന്ന ഉൽപ്പന്നം അല്ലേ? ഉൽപ്പന്നങ്ങൾ എന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്ടൻസ് ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ. പ്രൊഡക്ട്സ് റിയാക്ടൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. കണ്ടോ? എ റിയാക്ഷൻ ഇൻ വിച്ച് പ്രൊഡക്ട്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു റിയാക്ടൻസ്. പ്രൊഡക്ട്സ് എന്താണ്? റിയാക്ടൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ബാക്ക്വേർഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് പശ്ചാത് പ്രവർത്തനം എന്ന് പറയും കേട്ടോ. പശ്ചാത് പ്രവർത്തനം. ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് പശ്ചാത് പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ നമ്മൾ ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എന്താന്ന് നോക്കിയാൽ NH3 പ്ലസ് HCl അതെന്തായിട്ട് മാറുന്നുണ്ട്? NH4Cl ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഈ NH4Cl തിരിച്ചെന്നാണ് റിയാക്ടൻസുമായിട്ട് മാറുന്നുണ്ട് അല്ലെ, അഭികാരങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് കമ്പൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ് കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. അവിടുത്തെ ആ സിമ്പൽ കണ്ടില്ലേ, ഈ സൈൻ, അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? രണ്ട് ഡയറക്ഷനിലേക്കും, അതായത് ഇരു ദിശകളിലേക്കും പ്രവർത്തനം നടക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫോർവേഡ് ആരോ അത് ഫുള്ളായിട്ടുണ്ടായാലേ പകുതി ഇങ്ങനെ, അതുപോലെ ബാക്ക്വേർഡ് ആരോ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെയല്ലേ ഇടുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായാലും അതിൻ്റെ പകുതി. അതായത് രണ്ട് സൈഡിലേക്കും പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ, റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന സിമ്പലാണ് ഈ സിമ്പൽ. അപ്പൊ എന്താണ് ഇവിടെ? എന്താണ്? രണ്ട് സൈഡിലേക്ക് നടക്കുന്നില്ലേ, റിയാക്ടൻസ് ചെയ്യുന്ന പ്രൊഡക്റ്റും ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? റിയാക്ടൻസ് ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലാവുന്നല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ കേട്ടോ. ഉഭയദിശ പ്രവർത്തനങ്ങൾ എന്ന് പറയട്ടെ, മലയാളത്തിൽ ഉഭയദിശ പ്രവർത്തനങ്ങൾ. ഉഭയദിശ കേട്ടോ. ഉഭയദിശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരു ദിശകളിലേക്കും കേട്ടോ ഉഭയദിശ എന്ന് പറയും കേട്ടോ. ഇരു ദിശകളിലേക്കും നടക്കുന്നതിനാണ് നമ്മൾ ഉഭയദിശ എന്ന് പറഞ്ഞത്. അപ്പം ഇരു ദിശകളിലേക്കും റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? നോക്കൂ കേട്ടോ. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ സൈമൾട്ടേനിയസ്ലി ആർ കോൾഡ്. ഒരേ സമയത്ത് തന്നെ അല്ലേ സൈമൾട്ടേനിയസ്ലി ആർ കോൾഡ് എന്നാണ് നമുക്ക് പറയാം റിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരേ സമയം ഇരു ദിശകളിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഉഭയദിശാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ്? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയും. ഇതായിരുന്നു നോക്കി, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, N2 + 3H2 ഇതാ ഇവിടെ നോക്കി, ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ ഏതാണ്? നിങ്ങളൊന്നും നോക്കണം, അങ്ങ് എഴുതി വെച്ചാൽ മതി. N2 + മുന്നോട്ടുള്ള പ്രവർത്തനം ഇല്ലേ, 3H2 ഗീവ്സ് എന്നാണ് 2NH3. ഇതാണ് അവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണ്? തിരിച്ചെഴുതുക. അതായത് 2NH3 ഇല്ലേ, 2NH3 ഗീവ്സ് എന്നാണ് N2 + 3H2.
എഴുതാലോ. അതുപോലെ തന്നെ അടുത്ത കേസിൽ എഴുതാലോ. ഇവിടെ എന്താണ് 2SO2 + O2 ഇല്ലേ ഗീവ്സ് 2SO3. ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണ്? 2SO3 ഗീവ്സ് 2SO2 + O2. ഇനി അടുത്ത ഏതാണ്? H2 + I2 ഇല്ലേ. അപ്പം H2 + I2 ഇല്ലേ, അതാണ് അവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ, അതായത് പുരോപ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 2HI എന്ന് വരും. ദെൻ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം എങ്ങനെയാണ്? 2HI ഇല്ലേ, അത് വിഘടിച്ചിട്ട് H2ഉം അതുപോലെ തന്നെ I2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ ഓർത്തോണം, ഈ സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ. ഇതാ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, NaOH + HCl gives NaCl + H2O. ഇവിടുത്തെ സിമ്പിൾ നോക്കിയേ, ഇങ്ങനെയാണ് സിമ്പിൾ. ഇതാ നോർമൽ രീതിയിലുള്ള സിമ്പിൾ ആണല്ലേ, ആരോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഇവിടെ എങ്ങനെയാണ് റിയാക്റ്റൻസ് ചേർന്ന് പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. റിയാക്റ്റൻസ് ചേർന്ന് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് ഇല്ലേ. അത് തിരിച്ചു വരുന്നുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിച്ചിട്ട് കാർബണും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല ഇല്ലേ. അപ്പം എന്താണ്, എല്ലാ ഇതിലും ഇങ്ങനെ റിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്നില്ല. അങ്ങനെ റിവേഴ്സിബിൾ പ്രോസസ് നടക്കുന്നില്ലാത്ത പ്രവർത്തനങ്ങൾ, അതായത് അല്ലെങ്കിൽ രാസ സമവാക്യങ്ങളുണ്ടല്ലോ, അതായത് തിരികെ അഭികാരങ്ങളായിട്ട് മാറുന്നില്ലാത്ത രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയാം? ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം അല്ലെ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അഭികാരങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളാവുകയല്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളാവുന്നുണ്ടോ? ഇതിലൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം കേട്ടോ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്താണ്? ഏകദിശാ പ്രവർത്തനം. ഒരു ദിശയിലേക്കല്ലേ ഉള്ളൂ ഏകദിശാ പ്രവർത്തനം എന്ന് പറയും കേട്ടോ. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനം. റിവേഴ്സിബിൾ ആവുകയാണെങ്കിൽ ആ സിമ്പൽ നിങ്ങൾ നോക്കിക്കോളുക. ഓക്കെ ആണല്ലോ. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇൻ ഓൾ ദീസ് റിയാക്ഷൻസ്, നമ്മൾ മുമ്പേ കണ്ട റിയാക്ഷൻസ് എന്താണ്? റിയാക്ടൻസ് റിയാക്ട് ടു ഗീവ് പ്രൊഡക്ട്സ്. However, at the same condition, the products do not change to reactants. റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്, പക്ഷെ എന്താണ്? പ്രൊഡക്ട്സ് ഡു നോട്ട് ചേഞ്ച് ടു റിയാക്റ്റൻസ്. പ്രൊഡക്റ്റ് റിയാക്റ്റൻസ് ആയിട്ട് മാറുന്നില്ല. അപ്പൊ അതിനെ എന്ത് പറയാം? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? ഏകദിശ പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം. റിയാക്ഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അമോണിയ പറയാം കേട്ടോ. ദ ഫോർമേഷൻ ഓഫ് അമോണിയ ബൈ ദ റിയാക്ഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. അതായത് നമുക്ക് അമോണിയയുടെ കേസിൽ ഇല്ല, അമോണിയയുടെ കേസിൽ നൈട്രജനും ഹൈഡ്രജനും ഇല്ലേ, നൈട്രജനും അതുപോലെ തന്നെ ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? അമോണിയ ഉണ്ടാവുന്നുണ്ട്. ഇതെന്ത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. അമോണിയ ഉണ്ടാകുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നത് എന്താണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. പറയാലോ. അപ്പൊ അങ്ങനെ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രാഫ് നോക്കിയിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിസിൽ ടൈം കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ, റിയാക്ഷന്റെ നിരക്കുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയേ, ആദ്യം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കിയേ. N2 ഇല്ലേ, നമുക്കറിയാം ആദ്യം എന്താണ്? പ്രൊഡക്റ്റ് ഉണ്ടാവണം ഇല്ലേ. നമുക്ക് സമയം പോകുന്നതനുസരിച്ച് N2 കേട്ടോ, N2ഉം ഹൈഡ്രജനും കൂടെ, അതായത് നൈട്രജനും ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? അമോണിയ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ഒരു ഗ്രാഫ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ഈ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നത്? നമ്മളിങ്ങനെ നൈട്രജൻ കൊടുത്തു, ഹൈഡ്രജൻ കൊടുത്തു, അപ്പോൾ സമയം പോകുന്നതനുസരിച്ച് എന്താണ്? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? അമോണിയ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പം ഈ ഒരു പോയിന്റ് വരുമ്പോൾ ഇത് ഏത് റിയാക്ഷൻ ആയിട്ട് വരും? ഇത് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ അതായത് പുരോപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? അമോണിയ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അമോണിയ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് തിരിച്ച് വിഘടിക്കും ഇല്ലേ. വിഘടിച്ചിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? കണ്ടില്ലേ, ഈ അമോണിയ വിഘടിച്ചിട്ട് നൈട്രജനും ഹൈഡ്രജനും ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ ഗ്രാഫിന്റെ ഈ പോയിന്റ് ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷനെ ഇല്ലേ, പശ്ചാത് പ്രവർത്തനത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ വരുന്നുണ്ടല്ലോ. എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, അതെന്താണ് എ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണ്? ഇത് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നുണ്ട്, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അമോണിയ വിഘടിച്ചിട്ട് എന്താണ്? നൈട്രജനും ഹൈഡ്രജനും ആവുന്നുണ്ട്
ഇല്ല. അപ്പൊ അതായത് ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ നിരക്ക്, റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ല വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത്, ഇതിന് നിരക്ക് എങ്ങനെയാവുന്നുണ്ട്, തുല്യമാവുന്നുണ്ട്. അതായത് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും നിരക്കുകൾ അവിടെ തുല്യമാവുന്നുണ്ട്. തുല്യമാവുന്ന ഒരു ബിന്ദുവാണ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞ അങ്ങനെ തുല്യമായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഗ്രാഫ് ദാസ് ഇങ്ങനെ നേരെ പോവും, ഒരേ രീതിയിൽ അവിടെ പോവും. അതാണ് ഇവിടെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ താ നോക്കിയേ, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, സമയം പോകുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമയം പോകുന്നതനുസരിച്ചിട്ട് അമോണിയ ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അമോണിയ വിഘടിക്കുന്നുമുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ അതിന്റെ റേറ്റ്, എന്തുമാത്രം അമോണിയാണ് വിഘടിക്കുന്നത് ഇല്ല, അല്ലെങ്കിൽ എന്തുമാത്രം അമോണിയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ റേറ്റ് ഈക്വൽ ആവുന്നുണ്ട്. ഏത് പോയിന്റിൽ വരുമ്പോൾ, ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ വരുമ്പോൾ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. A graph related to rate of reaction is given below. എന്തൊക്കെയാണ്, only the reactants are present at the beginning of the reaction. അല്ലേ, ബിഗിനിങ് റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താണ്, ആദ്യം എന്താ റിയാക്റ്റൻസ് അല്ലേ കാണത്തുള്ളൂ അല്ലേ. ആദ്യമേ റിയാക്ഷൻ തുടങ്ങുമ്പോൾ റിയാക്റ്റൻസ് ഉണ്ടാകത്തുള്ളൂ. റിയാക്റ്റൻസ് കുറച്ചു നേരം റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് ഇല്ലേ. അങ്ങനെയാവുകയാണെങ്കിൽ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിയാക്ഷൻ പ്രോഗ്രസ്, ഏത് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ പ്രോഗ്രസ് ആവുന്നത്, ഫോർവേഡ് റിയാക്ഷൻ അല്ലേ. അത് ആദ്യമേ എന്താണ്, റിയാക്റ്റൻസ് മാത്രമേ ഉള്ളൂ, അത് എന്തായിട്ട് മാറുന്നുണ്ട്, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആദ്യമേ നടക്കുന്ന ഏതാണ്, ഫോർവേഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് വിത്ത് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആസ് ടൈം പ്രൊസീഡ്, സമയം കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് എന്താണ് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നത്, സമയം കൂടുന്നതനുസരിച്ചിട്ട് ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് വരുമല്ലേ ചെയ്യുന്നത്. സമയം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, റേറ്റ് ഓഫ് റിയാക്ഷൻ അതിന്റെ നിരക്ക് ഇല്ലേ, ആ സമയം കഴിയും തോറും പുരോപ്രവർത്തന നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്, അവിടെ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇല്ലേ, ഡിക്രീസസ് ഇല്ലേ, കുറയുമല്ലേ ചെയ്യുന്നത്, കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്, ഡിക്രീസസ്. ഇനി what change occurs in the concentration of the product as a chemical reaction proceeds, റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ, റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പന്നം, അവിടെ ഉൽപ്പന്നം ഉണ്ടാകുന്നുണ്ടല്ലോ, ഉൽപ്പന്നത്തിന്റെ ഗാഢതയിൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്, എന്ത് സംഭവിക്കുന്നുണ്ട്, ഉൽപ്പന്നത്തിന്റെ ഗാഢതയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഗാഢത അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ എന്താണ്, ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അവിടെ എന്താണ്, കൂടുന്നുണ്ട്. ഇനി then what happens to the rate of backward reaction, അപ്പൊ എന്ത് സംഭവിക്കുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ്, ഇവിടെ എന്താണ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും എങ്ങനെയാണ്, പുറകോട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്, അത് വിഘടിക്കുന്നുണ്ട് ഇല്ലേ. അതായത് ആ വിഘടനത്തിന്റെ റേറ്റും എങ്ങനെയാണ്, അല്ലെങ്കിൽ പശ്ചാത്തലപ്രവർത്തനത്തിന്റെ റേറ്റും എങ്ങനെയാണ്, അതും കൂടിക്കൊണ്ടിരിക്കും, ഉണ്ടാകുന്നുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതിന്റെ നിരക്ക് കൂടുവാണ്. അതനുസരിച്ചിട്ട് ബാക്ക്വേർഡ് റിയാക്ഷന്റെ എന്താണ് റേറ്റും അവിടെ എന്താണ്, കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പോയിന്റ് ഇല്ലേ, പോയിന്റ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന ആ പോയിന്റ്, ഇതല്ലേ ആ പോയിന്റ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ്, എ ആണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റ്. അപ്പൊ ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം എന്ന് പറയും കേട്ടോ. ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സന്തുലനാവസ്ഥ എന്ന് പറയും കേട്ടോ. സന്തുലനാവസ്ഥയിലാവും, അതായത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സന്തുലനാവസ്ഥയിലാവും നമ്മൾ പറയല്ലേ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്. അപ്പം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷനും പുരോപ്രവർത്തനവും പശ്ചാത്തലപ്രവർത്തനവും എങ്ങനെയാണ് ഈക്വൽ ആവുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം പോയിന്റ്, അല്ലെങ്കിൽ എന്താണ്, സന്തുലനാവസ്ഥ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാ നോക്കുക കേട്ടോ. ദ സ്റ്റേജ് അറ്റ് വിച്ച്, കണ്ടോ, ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ to the rate of backward reaction is a reversible reaction is called chemical equilibrium. Reversible reaction ലാണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നത്, അറിയാലോ. അപ്പം റിവേഴ്സിബിൾ റിയാക്ഷനിനകത്ത് അതാണ് ഫോർവേഡ് റിയാക്ഷനും അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷനും റേറ്റ് ഈക്വൽ ആവുന്നുണ്ട് ഇല്ലേ. ഫോർവേഡ് റിയാക്ഷനും അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആവുന്നുണ്ട്. ആ ഒരു പോയിന്റിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സന്തുലനാവസ്ഥ എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത് ലേ ഷാർട്ട്ലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ഒരു റൂള് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിളിനെ നമ്മൾ പറയുന്ന പേരാണ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയും. ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ. അതായത്
ഒരു നമ്മൾ സിസ്റ്റം എടുക്കുക. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ഇല്ലേ? അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള സിസ്റ്റമാണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റം, ഒരു ഇതെടുത്തിരിക്കുകയാണ്, ഒരു സിസ്റ്റം നമ്മൾ എടുത്തിരിക്കുകയാണ്. അവിടെ എന്താണ് കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ എന്താണ് മർദ്ദമോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ ഇവയിൽ ഏതെങ്കിലും പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അത്ര മനസ്സിലാക്കുക. അപ്പൊ എന്താണ് അവിടുത്തെ ആ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഈ ഒരു 3 കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വരിക എന്ന് വിചാരിച്ചു. പ്രഷറിനോ ടെമ്പറേച്ചറിനോ കോൺസെൻട്രേഷനോ അപ്പൊ എന്തിലേലും മാറ്റം വരുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നടക്കുന്ന മൊത്തത്തിൽ മാറ്റം വരില്ല, ആ റിയാക്ഷൻ തന്നെ മാറ്റം വരികയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ആ ചേഞ്ച് മൂലം അതിനൊരു വേരിയേഷൻ വരുമല്ലോ. ആ വേരിയേഷൻ അവിടെ നമുക്ക് നള്ളിഫൈ ചെയ്യണം, അതായത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്താണ് ആ സിസ്റ്റം തന്നെ അതിനെ ഒന്ന് പുനഃക്രമീകരിക്കും. പുനഃക്രമീകരിച്ചൊരു പുതിയ ഇതിലേക്ക് വരും. ഇപ്പൊ എനിക്ക് പ്രഷർ കൂടുക, ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രഷർ, ടെമ്പറേച്ചർ ഇതെല്ലാം ഈക്വൽ ആണെന്ന് വിചാരിച്ചു. അത് നമ്മളിപ്പോൾ കണ്ട ഇപ്പം എന്താണ് N2 + H2 അല്ലേ ഗീവ്സ് എന്താണ് NH3 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഇത് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇത് തന്നെ നമ്മൾ എടുക്കുവാണ്. ഇവിടെ 3H2 ആണ് കേട്ടോ. ഇത് തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ, അതായത് N2ന്റെ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഇതാണ് കറക്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ N2ന്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രഷറോ ടെമ്പറേച്ചറോ ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരിക. സപ്പോസ് കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കാം, അതായത് N2 നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക എന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് അവിടെ എന്താ മൊത്തത്തിന് വ്യത്യാസം വന്നില്ലേ? അപ്പൊ അതനുസരിച്ച് ബാക്കിയുള്ളതിലും വ്യത്യാസം വരുമല്ലേ? മനസ്സിലാവുന്ന പറഞ്ഞു. പക്ഷെ എന്താണ് ബാക്കിയുള്ളതിന് വ്യത്യാസം വരുകയും വേണം, അത് എങ്ങനെയായിട്ട് നിൽക്കണം, അതൊരു കറക്റ്റ് സ്റ്റേജിൽ നിൽക്കുകയും വേണം. അപ്പം ഏതെങ്കിലും ഒന്നിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റത്തിന് മാറ്റം അവിടെ വന്നു അല്ലേ, ആ മാറ്റത്തിന് മൂലം ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റം ഒന്നുകൂടെ ഒന്ന് പുനഃക്രമീകരണം നടത്തിച്ച് അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. അതായത് N2 ഇവിടെ കൂടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇവിടുത്തെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരാം, അതുപോലെ തന്നെ ഇവിടുത്തെ ക്വാണ്ടിറ്റിക്കും വ്യത്യാസം വരാം അല്ല. എന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് നിലനിൽക്കും. അല്ലെങ്കിൽ എന്താണ് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവത്തിന് വ്യത്യാസം വരുമല്ലേ? മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ്, മുളക് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വന്നിരിക്കണം ഇല്ല, അപ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് വേരിയേഷൻ വരും ഇല്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മൾ അതനുസരിച്ചിട്ട് ഇല്ലേ വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ആഡ് ചെയ്തിട്ട് അതൊരു എന്താണ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നോക്കൂ കേട്ടോ. when the concentration, pressure or temperature of a system at equilibrium is changed, ഒരു സിസ്റ്റത്തിൽ കേട്ടോ, അതായത് സന്തുലനാവസ്ഥയിൽ ഇരിക്കുകയാണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അവിടുത്തെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറോ മനസ്സിലാക്കുക കേട്ടോ, ഇതിലേതിലെയും ഒന്നിന് മാറ്റം വരുത്തിയാൽ എന്താണ് the system will readjust itself so as to nullify the effect of that change and attain a new state of equilibrium. അപ്പം അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താണ് ആ സിസ്റ്റം തന്നെ അതിനെന്താണ് അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ അതിനെ ഫുള്ള് റിസൾട്ട് മാറിപ്പോയി. അപ്പം അതിനെ ഇല്ലായ്മ ചെയ്ത വിധം സ്വയം ഒരു എന്താണ് പുനഃക്രമീകരണം നടത്തും. എന്നിട്ടൊരു പുതിയ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. മനസ്സിലാവുന്നത്? ഇപ്പം നമ്മൾ എന്തെങ്കിലും കൂടിപ്പോയി, എന്തെങ്കിലും സംഭവങ്ങൾ കൂടിപ്പോയെന്നുണ്ടെങ്കിൽ അതെന്താണ് അതിന് ബാലൻസ് ചെയ്യാവുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റിലേക്ക് എത്തും. അല്ല, നമ്മൾ ഉപ്പ് കൂടിപ്പോയെന്ന് വിചാരിച്ചു, അപ്പം എന്താണ് സംഭവിക്കുന്നത്? അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യും. അപ്പം എന്താണ് വേറൊരു ടേസ്റ്റ് ഒക്കെ വരും, ബാലൻസ് ചെയ്തിട്ട് വേറൊരു ടേസ്റ്റ് ഒക്കെ വരും. മനസ്സിലായി? അപ്പം ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ കേട്ടോ. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ, അതായത് ഒരു സിസ്റ്റത്തിൽ എന്താണ് കോൺസെൻട്രേഷൻ, മർദ്ദം അല്ലെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ അല്ലെ, പ്രഷർ, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ അതിൻ്റെ ആ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തും. എന്നിട്ടൊരു പുതിയ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. ദാറ്റ് ഈസ് ദ ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും എന്താണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഈസ് ദ ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇതേപടി പഠിക്കുക. അപ്പം ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ എന്താണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിളാണ്. ഓർത്തിരിക്കുക കേട്ടോ, റിവേഴ്സിബിൾ റിയാക്ഷനുമായിട്ട് നടക്കുന്ന പ്രിൻസിപ്പിളാണ് ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്
അതിൻ്റെ കണ്ടീഷൻ ഏതാണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കണം. അതുപോലെ തന്നെ പറഞ്ഞു നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനും ആയിരിക്കണം. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിവേഴ്സിബിൾ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലോയാണ് ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് കൃത്യമായിട്ട് പഠിച്ചു വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇക്വിലിബ്രിയം എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഈക്വൽ ആകുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഇക്വിലിബ്രിയംന്റെ എന്താണ് സവിശേഷതകൾ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കേട്ടോ, അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു 4 പോയിന്റ് ആണ്. ആ 4 പോയിന്റ് നോട്ട് ചെയ്യുക കേട്ടോ. എന്താണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയിൽ എന്താണ് ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് ദ പ്രൊഡക്റ്റ് കോഎക്സിസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലേ സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എങ്ങനെയാണ് സഹവർത്തിക്കുമല്ലേ? അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും അവിടെ എക്സിസ്റ്റ് ചെയ്യണം, എങ്കിലാണ് അത് എന്താണ് പറഞ്ഞത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാകത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. Then next point എന്താണ്? The rate of forward and backward reaction are equal at equilibrium. അത് ഓൾറെഡി നമുക്ക് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് സന്തുലനാവസ്ഥയിൽ പശ്ചാത് പ്രവർത്തന നിരക്കുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കണം. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് ആണെന്ന് പറയും കേട്ടോ. ഡൈനാമിക് എന്ന് പറയും. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് എന്ന് പറയും കേട്ടോ. ഈ ഒരു പോയിന്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ്. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അത് എന്താണ് ഡൈനാമിക് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് എന്ന് പറയാം കേട്ടോ. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാലും മതി. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് കേട്ടോ. ഇങ്ങനെ സിമ്പിൾ ഒറ്റ വാക്കിൽ പറയാം. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണം ഡൈനാമിക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ കൂട്ടി എഴുതുക. അതായത് നോക്കിയേ, ഈവൻ ആഫ്റ്റർ അറ്റൈനിങ് ഇക്വിലിബ്രിയം, അതായത് സന്തുലനാവസ്ഥ കൈവരിച്ചതിന് ശേഷവും ദ റിയാക്റ്റന്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം പ്രൊഡക്റ്റ് മോളിക്യൂൾസ് at the same rate the product molecules react to form reactant molecules. Hence chemical equilibrium is dynamic equilibrium at the molecular level. അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വന്നു, സന്തുലനാവസ്ഥ വന്നു, നമ്മൾ കണ്ടില്ലേ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ നടന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വന്നു. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വന്നതിന് ശേഷവും എന്താണ് ഈ റിയാക്റ്റൻസ് പ്രവർത്തിച്ച് അഭികാര തന്മാത്രകൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഉൽപ്പന്ന തന്മാത്രകൾ പ്രവർത്തിച്ച് അഭികാര തന്മാത്രകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെയും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറയാം? ആ ഇക്വിലിബ്രിയം ഡൈനാമിക്കാന്ന് പറയാം കേട്ടോ. ഡൈനാമിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗതിക സന്തുലനം എന്ന് പറയും. അത് റിയാക്ഷൻസ് പിന്നെ നടന്നുകൊണ്ടിരിക്കും. ഇക്വിലിബ്രിയത്തിൽ എത്തി, എന്നിട്ടും പിന്നെ റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, പ്രൊഡക്റ്റ് പിന്നെ എന്താണ് റിയാക്റ്റൻസും ആവുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ഡൈനാമിക് ആണെന്ന് പറയാം. അപ്പം എന്ത് പറയാം? മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കേട്ടോ, അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ പോയിന്റ് ആയിട്ട് ഇത് ഇങ്ങനെ എഴുതിയാലും മതി. ഇനി അടുത്തൊരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. ഇതാണ് കേട്ടോ ഇക്വിലിബ്രിയം പോസിബിൾ ഓൺലി ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. സിമ്പിൾ വേർഡിൽ ഇത്ര വെച്ചാൽ മതി. ഇക്വിലിബ്രിയം പോസിബിൾ ഇൻ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിലേ ഉള്ളൂ ഇക്വിലിബ്രിയം പോസിബിൾ ആകത്തുള്ളൂ. അതായത് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൃദ്ധ വ്യൂഹം എന്ന് പറയും. അതായത് ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ പുതിയതായിട്ടൊന്നും ചേർക്കുന്നുമില്ല, അതിൽ നിന്നൊന്നും നീക്കം ചെയ്യുന്നുമില്ല. അപ്പം നമ്മളൊരു സിസ്റ്റം എടുത്തിരിക്കും, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒന്നും ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുമില്ല, ഇവിടെ നിന്നാണ് ഒന്നും എടുക്കുന്നുമില്ല, നീക്കം ചെയ്യുന്നുമില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിലായിരിക്കും എന്താണ് ഇക്വിലിബ്രിയം സാധ്യമാകത്തുള്ളൂ. ശരിയല്ലേ? നമ്മൾ അങ്ങോട്ട് ഇപ്പം N2 ഉം H2 ഉം കൊടുത്തു, തിരിച്ച് എന്താണ് N2 H2ലേക്ക് തന്നെ മാറുമില്ല, അല്ലാതെ വേറെ പുതിയതായിട്ട് നമ്മൾ അതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. N2 H2 മാത്രം, N2 H2 ഉള്ള അത് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വേറെ അതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, അതിൽ നിന്ന് ഒന്നും എടുത്ത് മാറ്റുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ ഇക്വിലിബ്രിയം പോസിബിൾ ആകത്തുള്ളൂ. അപ്പം നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ പോയിന്റ് എഴുതാം കേട്ടോ. ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം കേട്ടോ. അത് എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം, അല്ലാതെ ഇപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ മാത്രം എഴുതിയാലും മതി.
ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് പോയിന്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇക്വിലിബ്രിയം, ബോത്ത് റിയാക്ടൻസ് ആൻഡ് ദി പ്രൊഡക്ട്സ് കോഎക്സിസ്റ്റ്. പിന്നെന്താണ്? ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ അറ്റ് ഇക്വിലിബ്രിയം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് എന്ന് പറയാം. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഇക്വിലിബ്രിയം എന്താണ്? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ പോസിബിൾ ആകത്തുള്ളൂ. മനസ്സിലായല്ലോ? ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഡൈനാമിക് ഇക്വിലിബ്രിയം ചോദിക്കുവാണെങ്കിൽ ഇത് എഴുതുക. അപ്പോൾ അതിന് ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതുക. എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ഈ 4 പോയിന്റും എഴുതിയാലും മതി, നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. ഇനി നമുക്ക് അതിനകത്ത് അടുത്ത് നോക്കാനുള്ളത്, ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടതിൽ നോക്കാനുള്ളത് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം. നമ്മൾ കണ്ടില്ലായിരുന്നോ? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എന്താണ്? സിസ്റ്റത്തിൽ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇതിൽ ഈ കോൺസെൻട്രേഷന് സ്വാധീനം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്താണ് ഗാഠത അല്ലെ, അതിന്റെ സ്വാധീനം എന്തെന്ന്. പ്രഷറും ടെമ്പറേച്ചറും അതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഗാഠത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, നൈട്രജന്റെ എണ്ണം കൂടിയാലോ ഹൈഡ്രജന്റെ എണ്ണം കൂടിയാലോ അതാണ് കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ അല്ലേ, എന്താണ് അവിടെ ഇക്വിലിബ്രിയത്തിന് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കാം. അതാ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാ നോക്കിയേ, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നത് കേട്ടോ. ഈ ഇക്വേഷൻ ആണ്. N2 + 3H2 gives എന്താണ് 2NH3. ഇതെന്താണ് നമുക്കറിയാം, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ദ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓർ ദ റിയാക്ടൻസ്, അതായത് നൈട്രജൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദിസ് സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം. വാട്ട് ചേഞ്ചസ് ആർ മെയ്ഡ് ബൈ ദ സിസ്റ്റം ടു റീഅറേഞ്ച് ഇറ്റ്സെൽഫ് അക്കോർഡിംഗ് ടു ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്കൊരു എന്താണ് ഇക്വേഷൻ തന്നിട്ട് ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. അക്കോർഡിംഗ് ടു ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ, വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഓർ ഹൈഡ്രജൻ ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ് ടു ദ, അല്ലെങ്കിൽ എന്താണ് വാട്ട് ചേഞ്ച് ആർ മെയ്ഡ് ബൈ ദ സിസ്റ്റം ടു അറേഞ്ച് ഇറ്റ് സെൽഫ് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം അതേ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ മാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നൈട്രജൻ ഉണ്ടല്ലോ, ഈ നൈട്രജന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നൈട്രജൻ ഇവിടെ നമുക്കറിയാം എത്രയാണ്? 1 ആണ് അല്ലേ. ഇവിടെ നമുക്കറിയാം എന്താണ്, എന്തുമാത്രം നൈട്രജൻ ആണ്? 1 മോൾ നൈട്രജൻ ഇവിടെ ഉള്ളൂ. ഈ നൈട്രജന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതനുസരിച്ചിട്ട് എന്താണ് ഇവിടുത്തെ അമോണിയയുടെ കോൺസെൻട്രേഷനും കൂടിയല്ലേ അല്ലേ. അപ്പൊ എന്ത് പറയാം? മോർ അമോണിയ വിൽ ബി ഫോംഡ് അല്ലേ. അവിടെ കൂടുതൽ അമോണിയ ഉണ്ടാവാം. ഇനി എന്താണ്? മോർ ഹൈഡ്രജൻ വിൽ ബി യൂസ്ഡ് ഇല്ലേ. നൈട്രജന്റെ എണ്ണം കൂടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് ഹൈഡ്രജന്റെ എണ്ണവും കൂടണ്ടേ, എങ്കിലല്ലേ അവിടെ അതിനനുസരിച്ചുള്ള അമോണിയ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞത്? അപ്പൊ നൈട്രജന്റെ എണ്ണം കൂടുവാണെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണവും എങ്ങനെയാണ്? കൂടുതൽ ഹൈഡ്രജനും അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മോർ ഹൈഡ്രജൻ വിൽ ബി അവിടെ യൂസ്ഡ് ഇല്ലേ. കൂടുതൽ ഹൈഡ്രജൻ എന്താണ് അവിടെ യൂസ്ഡ് ആവും, ഉപയോഗിക്കപ്പെടും. ഇനി എന്താണ്? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്താണ് സംഭവിക്കുന്നത്? നൈട്രജന്റെ എണ്ണം ഇവിടെ കൂടി. നൈട്രജൻ എണ്ണം കൂടുമ്പോൾ എന്താണ്? അതനുസരിച്ച് എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ്? കൂടുകയല്ലേ. അമോണിയ അതനുസരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ എന്താണ്? കൂടും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. ഇനി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂടുന്നുണ്ടോ? ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂടുന്നില്ല അല്ലേ. നമുക്കറിയാം നൈട്രജന്റെ എണ്ണമാണ് കൂടുന്നല്ലേ, നൈട്രജന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടിയത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അമോണിയയുടെ ഇത് കൂടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ആണ് അവിടെ കൂടുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ തിരിച്ചല്ലേ വരേണ്ടത് ഇല്ല, അത് വിഘടിച്ച് വരണം. അപ്പൊ വിഘടിക്കുന്നതിന്റെ റേറ്റ് അവിടെ കൂടുന്നുണ്ടോ? ഇല്ല. അപ്പം ഫോർവേഡ് റിയാക്ഷൻ, അതായത് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ കൂട്ടിയത് ഇല്ല, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടിയത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ആയിരിക്കും അവിടെ കൂടുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രൊഡക്റ്റിന്റെ റേറ്റ് കൂടും. അതുപോലെ തന്നെ അതനുസരിച്ച് നമുക്ക് റിയാക്റ്റൻസും അവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും അവിടെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ കോൺസെൻട്രേഷന്റെ എഫക്റ്റ് ആണല്ലോ നമ്മളിവിടെ കണ്ടത്. ഇതെല്ലാം അതായത് നൈട്രജൻ ആണല്ലോ ഇവിടെ കൂട്ടിയത്. അപ്പോൾ നൈട്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടി അല്ലേ, അതായത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയപ്പോൾ എന്താണ് അവിടെ നടന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുണ്ടോ അതിലും എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ മാറ്റം എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കിത് അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളും കൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇത് ബേസ്ഡ് ഓൺ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്.
നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? N2 ഇല്ലേ, N2 പ്ലസ് എത്രയാണ്? 3H2 ആണ് കേട്ടോ. N2 പ്ലസ് 3H2O ഗീവ്സ് 2NH3 ആണ് നമുക്കിവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? നമ്മൾ ആദ്യമേ നൈട്രജന്റെ കേസ് കണ്ടു ഇല്ലേ, കോൺസെൻട്രേഷൻ കൂട്ടി നൈട്രജൻ കൂട്ടിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇനി ഇവിടെ വേറെ ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നോക്കിയേ, മോർ ഹൈഡ്രജൻ ഈസ് ആഡഡ്. ഇനി എന്താണ്? നമ്മൾ ഹൈഡ്രജൻ ആണ്, ഇവിടെ ഹൈഡ്രജൻ കൂടുതലായിട്ട് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇല്ലേ, റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂടില്ലേ, റിയാക്റ്റന്റ് അല്ലേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും അവിടെ ഇൻക്രീസ് ചെയ്യും ഇല്ലേ. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂടിയപ്പം ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും അവിടെ കൂടി. മനസ്സിലായല്ലോ? ഇൻക്രീസസ്. ഇനി മോർ ഡാഷ് ഈസ് ആഡഡ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തു. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കാം ചെയ്തിരിക്കുന്നത്? NH3 അല്ലേ കൂടുതൽ ആഡ് ചെയ്തത് ഇല്ലേ. കൂടുതൽ NH3 ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷന് റേറ്റ് കൂടും ഇല്ലേ. അതുപോലെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും അവിടെ കൂടും. ഓക്കെ ആണല്ലോ. ഇനി അമോണിയ ഈസ് റിമൂവ്ഡ്. ഇവിടെ നമ്മൾ അമോണിയ അങ്ങ് റിമൂവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസ് ഇല്ലേ. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസ് ചെയ്തു. അപ്പൊ എന്താണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ. അമോണിയ അവിടെ നിന്ന് എന്താണ് മാറ്റുക ചെയ്തത്? പ്രൊഡക്റ്റ് അവിടെ മാറ്റി. പക്ഷെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി മോർ നൈട്രജൻ ഈസ് ആഡഡ്. കൂടുതൽ നൈട്രജൻ ആഡ് ചെയ്തു. അത് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെയാണ്? അത് ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ കണ്ടു. നൈട്രജൻ ഈസ് റിമൂവ്ഡ്. ഇവിടെ നമ്മൾ നൈട്രജൻ മാറ്റി ഇല്ലേ. നൈട്രജൻ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടും. അപ്പം ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ്? കുറയുമല്ലേ ചെയ്യുന്നത്. നൈട്രജൻ അല്ലേ, റിയാക്റ്റന്റ് കുറച്ചു. അപ്പം ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കുറച്ചു. ഇനി ഹൈഡ്രജൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. നോക്കിയേ, ഹൈഡ്രജൻ ഇവിടുന്ന് മാറ്റി. ഹൈഡ്രജൻ മാറ്റിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുന്നുണ്ട് അല്ലേ. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഇതാ നോക്കൂ കേട്ടോ. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആണ് റിമൂവ് ചെയ്തത്. ഹൈഡ്രജൻ റിമൂവ് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറഞ്ഞു ഇല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയും ഇല്ലേ. റിയാക്റ്റന്റ് അല്ലേ നമ്മൾ റിമൂവ് ചെയ്ത്. പക്ഷെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടിയില്ലേ. മനസ്സിലാവുന്നുണ്ട്? ഇവിടുന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷന്റെ എന്താണ് റേറ്റ് അവിടെ കൂടും. പക്ഷേ ഫോർവേഡ് റിയാക്ഷൻ റിയാക്റ്റന്റ് കുറച്ചപ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയും. പക്ഷേ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂടും ഇല്ലേ. മനസ്സിലാവുന്നല്ലോ? അപ്പം ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ അല്ലേ. അതായത് ഇക്വിലിബ്രിയം ആയിരിക്കുന്ന അവസ്ഥയിൽ കോൺസെൻട്രേഷന് മാറ്റം വരുത്തിയാൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷന് ചേഞ്ച് വരുത്തിയാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതായത് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ, റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനെ ബേസ് ആണ് പറയുന്നത് കേട്ടോ. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോർവേഡ് റിയാക്ഷൻ അല്ലേ. അതായത് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ അവിടെ കൂടും അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി കോൺസെൻട്രേഷൻ അത് പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസ്ഡ്, അതായത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് അവിടെ കൂട്ടുന്നതെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ സമ്മറൈസ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂടും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഇനി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നെങ്കിൽ നമ്മൾ കണ്ടില്ലായിരുന്നു മോർ NH3 ഇല്ലേ. മോർ NH3 നമ്മൾ ആഡ് ചെയ്ത് പ്രൊഡക്റ്റ് കൂട്ടിയപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. മനസ്സിലാവുന്നല്ലോ? അപ്പം കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയമായിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിയാക്റ്റൻസിന്റെ റേറ്റ് കൂടുകയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും. പ്രൊഡക്റ്റിന്റെ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും കൂടും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സവിശേഷതകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, ഇപ്പം 3 ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നു. കോൺസെൻട്രേഷനും പ്രഷറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ല. അതിൽ
കോൺസെൻട്രേഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അവർ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയവും തമ്മിലുള്ള എന്താണ് റിലേഷനാണ് കേട്ടോ നമ്മളിവിടെ പറഞ്ഞത്. കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കണം ഫോർവേഡും ബാക്ക്വേർഡും ഉണ്ടല്ലോ, ഫോർവേഡ് റിയാക്ഷന് റേറ്റ് കൂടും. ദെൻ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും കൂടും. ഇനി ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ട കോൺസെൻട്രേഷൻ അല്ലേ, അതുപോലെ തന്നെ പ്രഷറും ടെമ്പറേച്ചറും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലാക്കി. പ്രധാനമായിട്ട് ഓർക്കേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ കേട്ടോ. റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ട്. റിവേഴ്സിബിൾ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ കേട്ടോ, അത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. രണ്ടും എന്താണ് ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് ഇക്വിലിബ്രിയം. പിന്നെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയുടെ സവിശേഷതകൾ നോക്കുക. പിന്നെ ഇക്വിലിബ്രിയത്തിനെ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഗാഢത സ്വാധീനിക്കുന്നതെന്ന് നോക്കുക, അതും നമ്മൾ പറഞ്ഞു. റിയാക്റ്റൻറ്റിൻ്റെ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കുമ്പോൾ. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും അവിടെ കൂടും. ഇത്ര മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുള്ളത് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.